വരുമാനം ഉണ്ടാവില്ല എന്നൊരു യാഥാർത്ഥ്യം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല ആയിക്കോട്ടെ, ആ ജോലി ചെയ്യാൻ പറ്റാതെ വന്നാൽ വരുമാനം ഉണ്ടാവില്ല. ഞാൻ ആ ഒരവസ്ഥയിൽ തന്നെയായിരുന്നു ടീച്ചിങ് മേഖലയിൽ ഉണ്ടായിരുന്ന സമയത്ത്. ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വരുമാനം ഉണ്ടാവില്ല എന്നൊരു യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലായി. ഒന്നും കൂടി ഡീപ്പായിട്ട് ഞാൻ ചിന്തിച്ചു, എനിക്ക് ജോലി ഇല്ലെങ്കിൽ, വരുമാനം ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോയാൽ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്നെ ആശ്രയിച്ച് കഴിയുന്ന എൻ്റെ ഫാമിലി സേഫ് അല്ല. നിങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെയല്ലേ? ആരോഗ്യം സമ്മതിക്കുന്ന കാലം നമുക്ക് അധ്വാനിക്കാൻ പറ്റും. നമ്മളെല്ലാവരുടെയും വിശ്വാസം നമ്മൾ കുറേ കാലം ആരോഗ്യത്തോടുകൂടി ജീവിക്കുക തന്നെയാണ്, അല്ലേ? അങ്ങനെയാണ് വേണ്ടത്. സോ അധ്വാനിക്കാൻ പറ്റുന്നിടത്തോളം കാലം നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതിനനുസരിച്ച് തരക്കേടില്ലാത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് പോകും. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്താണ് ഫാമിലിയുടെ അവസ്ഥ? അവർ സേഫാണ്? ഞാൻ ടീച്ചിങ് മേഖലയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾ എന്നോട് തന്നെ ചോദിച്ചു, എനിക്ക് ഉത്തരം കിട്ടിയില്ല. സേഫ് അല്ല എന്ന് മനസ്സിലായി. സോ ഫാമിലി ഫിനാൻഷ്യലി സേഫ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളാണ് നമ്മുടെ കുടുംബത്തിന്റെ മണി മേക്കിംഗ് മെഷീൻ എങ്കിൽ സേഫ് അല്ല. മണി മേക്കിംഗ് മെഷീൻ നമ്മളാണെങ്കിൽ നമ്മളും നമ്മുടെ കുടുംബവും സാമ്പത്തികമായിട്ട് സേഫ് അല്ല. മറിച്ച് ഒരു മണി മേക്കിംഗ് സിസ്റ്റം നമുക്കുണ്ടെങ്കിൽ, ഒരു എന്താ പറയുക, കുറെ ആളുകളൊക്കെ ചേർന്ന് നടക്കുന്ന ഒരു പ്രവർത്തന സമ്പ്രദായം, ഒരു സംവിധാനം നമുക്കുണ്ടെങ്കിൽ, നമ്മളില്ലെങ്കിലും ആ സിസ്റ്റം വർക്ക് ചെയ്യും, വരുമാനം കിട്ടും. ചെറിയൊരു ഉദാഹരണം പറഞ്ഞു, ഈ ബിൽഡിങ്ങിന്റെ ഓണർ അദ്ദേഹം എന്തുകൂടെ വേണോ? വരണ്ട. ഇവിടെ ഒരു കുറെ ആളുകളെ വെച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ. അത് വർക്ക് ചെയ്യും, അയാൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും. ശരിയാണോ അല്ലേ? ഇനി അദ്ദേഹം മരണപ്പെട്ടു പോയാലും ആ കുടുംബത്തിലേക്ക് ഇവിടെ നിന്നുള്ള വരുമാനം കിട്ടുമോ? ഇതാണ് ഒരു സിസ്റ്റം ഡ്രിവണായിട്ടൊരു മണി മേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് സെക്യൂർ ആയിട്ടുള്ള വരുമാനം അഥവാ പാസീവ് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പാസീവ് ഇൻകമാണ് ലോകത്തിലെ സെക്യൂർ ആയ വരുമാനം. പക്ഷേ എത്ര തുക ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അദ്ദേഹം മുടക്കിയിട്ടുണ്ടാവും? നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റൂ? ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് എനിക്ക് പറ്റില്ല. കാരണം കിട്ടിയിരുന്ന 20,000 രൂപ ശമ്പളത്തിൽ ഒതുങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് ഒരു സാധാരണക്കാരുടെ ലെവലിൽ ജീവിച്ചു പോയിരുന്ന ആളാണ് ഞാൻ. പക്ഷേ സേഫ് അല്ല എന്ന് മനസ്സിലായപ്പോൾ അതിന് പറ്റിയ ഫാമിലിയെ സേഫ് ആക്കാൻ പറ്റുന്ന ഒരു അവസരം അന്വേഷിച്ച് നടന്ന സമയത്ത് എൻ്റെ സുഹൃത്തും ഈ ഒരു ബിസിനസ്, ഈ ഒരു ഓർഗനൈസേഷന്റെ മെന്റർ, ഇൻഡസ് വേവിയിലെ ഫാസ്റ്റസ്റ്റ് ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ, വിവ അഡ്വൈസറി കൗൺസിൽ മെമ്പർ, 2024 വിവ ഐക്കണായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മിസ്റ്റർ ജീവാനന്ദ് സാറാണ് ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് പരിചയപ്പെടുത്തുന്നത്. 2016 ജൂൺ മാസം 16-ാം തീയതിയാണ് ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ കേൾക്കുന്നത്. 8 വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഉടനെ തന്നെ എനിക്ക് ഇതിന്റെ ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് എന്റെ ജോലി റിസൈൻ ചെയ്തു. ഡേ 1 മുതൽ 2016 ജൂൺ മാസം 16-ാം തീയതി മുതൽ ഈ ബിസിനസ് ഫുൾ ടൈം കരിയറായിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ എന്റെ ഫാമിലി സർക്കിളിലുള്ള ഫ്രണ്ട്ഷിപ്പ്, എന്റെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ എന്നെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു. എന്താണ് പ്രോത്സാഹനം നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. പക്ഷേ ഞാൻ ചിന്തിച്ചത് എന്റെ ജോലിയിൽ അടുത്ത 5, 10, 15, 20 വർഷം തുടർന്നാലും ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ലിമിറ്റ് ഉണ്ട് വരുമാനത്തിന്. ശരിയാണോ അല്ലേ? പ്രവർത്തന സമയത്തിനും ലിമിറ്റ് ഉണ്ട്. ഉറങ്ങാതെ പണിയെടുത്താൽ 24 മണിക്കൂറിലെ വർക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ ഒരു 2-3 വർഷം ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്താൽ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, നമുക്ക് സക്സസ് പ്രൂവ് ആയിട്ട് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തു. എന്തിന് ഞാൻ പിന്നെ എൻ്റെ ജീവിതത്തിലെ സമയം വെറുതെ കളയണം? ഒരിക്കലും സേഫ് ആവാൻ പറ്റില്ല, രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള ഒരു മേഖലയിൽ പിന്നെ ഞാൻ ഇതിന് എൻ്റെ സമയം കളയണം. മറിച്ച് സേഫ് ആവാൻ പറ്റും, ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റും എന്ന് ഉറപ്പുള്ള ഒരു മേഖല കയ്യിൽ കിട്ടിയെങ്കിൽ ഞാൻ തീരുമാനമെടുത്തു, സ്വന്തമായിട്ട് തീരുമാനമെടുത്തു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ പഴയ അധ്യാപകൻ 20,000 മന്ത്ലി സാലറിക്ക്, ഒരു വർഷം 2 ലക്ഷം രൂപ സാലറിക്ക് വർക്ക് ചെയ്തിരുന്ന ആള് അതേ ജോലി തുടർന്നിരുന്നെങ്കിൽ ഒരു 16-17 ലക്ഷം രൂപ 8 വർഷങ്ങൾ കൊണ്ട് ടോട്ടൽ വരുമാനം കിട്ടിയേനെ. അത് കളഞ്ഞല്ലേ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ തടി ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ ഈ ബിസിനസ്സിലൂടെ എൻ്റെ വരുമാനം എന്ന് പറയുന്നത് 5,43,00,000 രൂപ. ഇപ്പൊ
ആദ്യമായിട്ട് വന്നവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഇതുവരെ കേട്ടതൊന്നുമല്ല തള്ളു, ഇതാണ് തള്ളു. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങളെ തെറ്റു പറയാൻ പറ്റില്ല. ഞാൻ എന്നെ തന്നെ പലപ്പോഴും നുള്ളി നോക്കാറുണ്ട്, ഇതൊക്കെ സത്യമാണോ. എനിക്കെന്നെ വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ട്. എന്തുകൊണ്ടാണെന്ന് അറിയോ? നമ്മളെപ്പോഴും നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ലെവലാണ് ചിന്തിക്കും. ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കും. സൊസൈറ്റിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ?